ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്ക് ആവേശം നൽകുന്ന മറ്റൊരു വാർത്തയുമായാണ് BCCI ഇപ്പോൾ വന്നിരിക്കുന്നത്. 2026 T20 ലോകകപ്പ് നേടിയതോടെ അവിടെ ഇന്ത്യ ആധിപത്യം പുലർത്തിക്കഴിഞ്ഞു. ഇനി BCCIയുടെ ലക്ഷ്യം മറ്റൊന്നാണ്. 2011 അവസാനിച്ചു പോയ ഇന്ത്യയുടെ ഏകദിന ലോകകപ്പ് എന്ന സ്വപ്നം വീണ്ടെടുക്കാനാണ് BCCI ശ്രമിക്കുന്നത്. ഇതിനുവേണ്ടി വിരാട് കോഹ്ലിക്കും രോഹിത് ശർമ്മയ്ക്കും വേണ്ടി BCCI എന്തൊക്കെ നീക്കങ്ങളാണ് നടത്തുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നമുക്കറിയാം 2023 ഇന്ത്യയിൽ നടന്ന ഏകദിന ലോകകപ്പിൽ രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിൽ ടീം ഇന്ത്യ ഫൈനൽ വരെ തകർപ്പൻ പ്രകടനമാണ് നടത്തിയത്. എന്നാൽ ഫൈനലിൽ ഓസ്ട്രേലിയയുടെ ഏറ്റ തോൽവി ആരാധകരെയും താരങ്ങളെയും ഒരുപോലെ സങ്കടത്തിലാഴ്ത്തി. അതിനുശേഷം T20 ലോകകപ്പും ചാമ്പ്യൻസ് ട്രോഫിയും നേടി ഇന്ത്യ തങ്ങളുടെ കരുത്ത് തെളിയിച്ചെങ്കിലും ഏകദിന ലോകകപ്പ് എന്ന സ്വപ്നം ഇപ്പോഴും ബാക്കിയാണ്. അതുകൊണ്ട് തന്നെ 2027 ദക്ഷിണാഫ്രിക്കയിലും സിംബാബ്വേയിലും നടക്കുന്ന അടുത്ത ലോകകപ്പിനായി ഇപ്പോഴേ കരുനീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു BCCI. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയുടെ പുതിയ വിദേശ പര്യടനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഏകദിനങ്ങളാണ് BCCI ഒരുക്കിയിരിക്കുന്നത്. IPLന് ശേഷം നടക്കുന്ന എല്ലാ വിദേശ ടൂർണമെന്റുകളും ഏകദിനങ്ങളായിരിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ തന്നെ. വിദേശ ബോർഡുകളും ഇന്ത്യയുമായി ഏകദിനങ്ങൾ കളിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. BCCI ഇത് സമ്മതിച്ചിട്ടുമുണ്ട്. എന്തിനാണ് ഏകദിനങ്ങൾക്ക് മുൻഗണന നൽകുന്നത്? കാരണം ലെജൻഡ്സായ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഇപ്പോൾ കളിക്കുന്നത് ഏകദിനങ്ങൾ മാത്രമാണ്. ഏകദിന മത്സരങ്ങൾ കൂടുതൽ കളിച്ച് 2027 ലോകകപ്പിനായി തയ്യാറാവുക എന്നതാണ് ഇന്ത്യൻ ടീമിന്റെ ലക്ഷ്യം. IPLന് ശേഷം ഇന്ത്യ അഫ്ഗാനിസ്ഥാനുമായി ഒരു ടെസ്റ്റും 3 ഏകദിനങ്ങളും കളിക്കും. അതിനുശേഷം ഇംഗ്ലണ്ടിലേക്ക് പോകുന്ന ടീം അവിടെ 5 T20കൾക്കൊപ്പം 3 ഏകദിനങ്ങളും കളിക്കുന്നുണ്ട്. അയർലാൻഡ്, ശ്രീലങ്ക, ബംഗ്ലാദേശ്, വെസ്റ്റ് ഇൻഡീസ് എന്നീ ടീമുകൾക്കെതിരെയും ഇന്ത്യക്ക് വൈറ്റ് ബോൾ പരമ്പരകളുണ്ട്. ഇതിൽ ന്യൂസിലൻഡ് ക്രിക്കറ്റ് ബോർഡ് ഇന്ത്യയോട് കൂടുതൽ ഏകദിന മത്സരങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചുരുക്കത്തിൽ വരും മാസങ്ങളിൽ കോഹ്ലിക്കും രോഹിത്തിനും തങ്ങളുടെ ക്ലാസ് ഒരിക്കൽ കൂടി തെളിയിക്കാൻ ധാരാളം അവസരങ്ങൾ ലഭിക്കും. ഇതിനിടയിൽ വിരാട് കോഹ്ലി IPL 2026 കഠിനമായ പരിശീലനം നടത്തുന്ന വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായി. 37 വയസ്സിലും അദ്ദേഹത്തിന്റെ ഫിറ്റ്നസും ആവേശം എല്ലാവരും അത്ഭുതപ്പെടുത്തി. വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഇന്ത്യൻ ക്രിക്കറ്റിലെ 2 ഇതിഹാസങ്ങളാണ്. 2027 ലോകകപ്പ് ഒരുപക്ഷെ അവരുടെ എല്ലാം അവസാനത്തെ ലോകകപ്പായി മാറുകയും ചെയ്യും. ആ ലോകകപ്പ് വിജയിച്ച് അവരെ യാത്രയാക്കാനാണ് BCCI പ്ലാൻ ചെയ്യുന്നത്. ഇത് നടക്കുകയാണെങ്കിൽ ക്രിക്കറ്റ് ആരാധകർക്ക് ലഭിക്കുന്നത് മറ്റൊരു സുവർണ നിമിഷം തന്നെയായിരിക്കും.